ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വൈഷ്ണാസ് വിദ്യാലയ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 6 ഹിന്ദിയിലെ ബാദൽ എന്ന് പറയുന്ന കവിതയുടെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. പടേ ജോഡേ ബനായേ. അപ്പോൾ ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ഇത് കവിതയിൽ നമ്മൾ കണ്ട വാക്കുകളാണ്. അപ്പോൾ പായി, ബാദൽ, ആയി, ദിക്കായേ, കമ്പൽ, കൽക്കൽ, ചൽ ചൽ, ചായേ, ഗോഡേ, ഗയ്യ, ചംകായേ, നയ്യ, ജോഡേ, ആയേ. ഇങ്ങനെ കുറച്ച് വാക്കുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജോഡിയാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരേ ഈണത്തിലും അവസാനിക്കുന്ന വാക്കുകൾ ഒരേ അക്ഷരത്തിലുമായ നമുക്ക് ഒരേപോലെയുള്ളത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, എഴുതാം. അപ്പോൾ ആദ്യത്തെ വാക്ക് ആയയാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അത് ആയേ, ചായേ, കമ്പൽ, ബാദൽ. കണ്ടോ, അവസാനിക്കുന്ന വാക്കുകൾ ഒരേ വാക്കുകളാണ്. അതുപോലെ തന്നെ പറയുമ്പോഴും ഒരേ ഈണത്തിലും അവസാനിക്കുന്നവയാണ്. ആയേ, ചായേ, കമ്പൽ, ബാദൽ. അതുപോലെ കുറച്ച് വാക്കുകൾ ഇതിലുണ്ട്, അത് നമുക്ക് എഴുതാം. നയ്യ, ഗയ്യ, ആയി, പായി, ഗോഡേ, ജോഡേ, കലകൽ, ചലചൽ, ദിക്കായേ, ചമക്കായേ. ഇതെല്ലാം ഒരേപോലെ അവസാനിക്കുന്ന വാക്കുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങളും വായിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഒരേപോലെ ഉള്ള വാക്കുകളെല്ലാം ജോഡിയാക്കിയിട്ടുണ്ട്. പെൻസിലിട്ടാണ് എഴുതിയത്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത നോക്കാം. അപ്പോൾ അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ചിത്ര ദേഖേം കവിതാസി ഉചിത് പങ്ക്തിയാം ലിഖേം എന്നതാണ്. ചിത്രം നോക്കി ഉചിതമായ പങ്ക്തികൾ, ഉചിതമായ വരികൾ കവിതയിൽ നിന്നും നോക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചിത്രം എന്ന് പറയുമ്പോൾ എന്താണ്, ആകാശത്ത് എന്താണ് ഇടിമിന്നൽ വരുന്ന ഒരു ചിത്രമാണല്ലേ. അപ്പോൾ അത് ഏതായിരിക്കും? കർത്തേ ഗഡ്ഗഡ് ആത്തേ ബഡ്ബഡ് ബിജുലി ബാദൽ കോ ചമക്കായേ അന്തിയാരേമേ രാഹതിക്കായേ എന്ന് പറയുന്ന ആ വരികളായിരിക്കും കേട്ടോ. അതായത് എന്താണ്, ആ ഒരു ഗടഗട സൗണ്ട് അല്ലെങ്കിൽ ബഡ്ബഡ് സൗണ്ടോടെ ബിജുലി, ആ ഒരു ഇടിമിന്നൽ എന്താണ്, ബാദൽ, ആ ഒരു മേഘത്തെ മുഴുവനും എന്തായി, ഒരു മിനുസമുള്ളതാക്കി, അല്ലെങ്കിൽ ആ ഒരു എന്താണ്, ചമക്കായ എന്ന് പറഞ്ഞാൽ എന്താണ്, തിളക്കമുള്ളതാക്കി എന്നുള്ളതാണ്. അപ്പോൾ ആ വരികളായിരിക്കും അവിടെ ഉചിതമായത്. അടുത്ത എന്തെന്ന് പറഞ്ഞാൽ അടുത്ത മേഘങ്ങളുടെ ഒരു കൂട്ടം അല്ലേ, അത് പല പല രൂപങ്ങളിലും കാണപ്പെടുന്നു എന്ന് പറയുന്ന ആ വരികളായിരിക്കും. പേഡോൻ ജേസെ, പേട് പോലെ, അല്ലെങ്കിൽ ഫേഡോൻ ജേസെ, ലഗ്തേ ജേസെ, ചലത്തെ ഗോഡെ, ബൻ ജാത്തെ, ഹാത്തിക്കെ ജോഡെ, അങ്ങനെ പല പല ഷേപ്പുകളിലാകും എന്ന് പറയുന്ന ആ വരികളായിരിക്കും അതിനുചിതമായിരിക്കുള്ളത്. അപ്പോൾ അതാണ് എടുത്തെഴുതിയിരിക്കുന്നത്. അടുത്ത എന്താണ്, മയിലിൻ്റെ ഒരു ചിത്രം അല്ലേ, അതേതായിരിക്കും? മോറ് മകന് മൻ ചൂമ് ചനന് ചൻ ചൂമ് ചൂമുക്കർ നാച്ച് ദിക്കായെ ഗുഷ് ഹോ ഹോക്കർ ഗാനെ ഗായെ ഗാന ഗായെ എന്ന് പറയുന്ന ആ ഒരു വരികളായിരിക്കും. അപ്പോൾ ആ ഒരു മയിലിനെ കുറിച്ച് പറയുന്നതാണല്ലേ, അത് ഡാൻസ് കളിക്കുന്നത്, മഴ വരുമ്പോൾ ഡാൻസ് കളിക്കുന്ന ആ ഒരു വരികളായിരിക്കും അതിനുചിതമായിട്ടുള്ളത്. അടുത്ത എന്താണ്, ഒരു പശുവാലും പൊക്കി ഓടുന്നതല്ലേ, മഴ വന്നപ്പോൾ ഓടുന്ന ആ ഒരു വരികൾ ഏതാണ്? ബർസി ബാദൽ, കൽകൽ ചളിച്ചൽ, തൈറ് ചൊല്ലി, കാഗസുക്കി നയ്യ, പൂഞ്ചൂടാക്കൽ, ഫാഗി ഖയ്യ എന്ന് പറയുന്ന ആ വരികളായിരിക്കും ഇതിനുചിതമായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു ആക്ടിവിറ്റീസിൽ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. അടുത്ത ചോദ്യം കവിതാസെ പങ്ക്തിയാം ചുനേം ലിഖേം. കവിതയിൽ നിന്നും വരികൾ എടുത്തെഴുതാനാണ്. അതായത് ബിജ്ലി ബാദൽ കോ ചമക്കാത്തി ഹേ, ബിജ്ലി ബാദൽ കോ, ഇടിമിന്നൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു മേഘങ്ങളെ, ചമക്കാത്തി ഹേ, തിളക്കമുള്ളതാക്കി, അന്തിയാരേമേ പ്രകാശ് ഫൈലാക്ക രാഹ ദിക്കാത്തി ഹേ, ഇരുട്ടത്ത്, അന്തിയാരേമേ ഇരുട്ടത്ത് പ്രകാശമുള്ളതാക്കി വഴി കാണിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു വാക്യം ഈ ഒരു കവിതയിൽ ഏതായിരിക്കും? നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, അതായത് കർത്തേ ഗഡ്ഗഡ് ആത്തേ ബഡ്ബഡ് എന്ന് പറയുന്ന ബിജുലി ബാദൽ കോ ചമക്കായേ അന്തിയാരേമേ രാഹതിക്കായേ ആ വരികളായിരിക്കും ഇവിടെയും വരുന്നത്. അടുത്തത് ഹവാ ബാദൽ കോ പകഡ്കർ ലാത്തി ഹേ, ആകാശമേ ബാദൽ കാലേ കമ്പൽ ജേസി ചാ ജാത്താ ഹേ, വഹ് ബഹുത്ത് സുന്ദർ ലഗ്താ ഹേ. എന്തായിരിക്കും ഇത്? ഹവ, ഈ കാറ്റിനെ, ബാദൽ, കാറ്റിനെ ബാദൽ എന്ത് ചെയ്യുന്നുണ്ട്,
കാറ്റ് ബാദലിനെ പിടിച്ചുകൊണ്ട് വരുന്നു. ആകാശത്തെ ബാദൽ കാലേ കമ്പൽ പോലെ എന്താണ് ഒരു കമ്പിളി പുതപ്പ് പോലെ എന്താണ് വിരിക്കുന്നു ഉള്ള ഒരു കമ്പിളി പുതപ്പ് പോലെ വിരിയുള്ളതായിട്ട് കാണുന്നു എന്ന് പറയുന്ന വളരെ സുന്ദരമായ ഒരു കാഴ്ച. അതേതായിരിക്കും? ഹവാ പകഡ് ലാത്തി സരസര ചായേ ജേസെ കാലേ കമ്പൽ കിത്തനെ സുന്ദർ ലഗത്തെ ബാദൽ എന്ന് പറയുന്ന വരികളായിരിക്കും. അടുത്തത് നൻഹേ ജൽകണ് കണോമേ ഫാബ് ബനത്തി ഹെ ഫാബ് സെ ബാദൽ ബനത്താ ഹെ ഡണ്ട ഹോനെ പർ ബാദൽ ബർസത്താ ഹെ. നൻഹേ ജലകണം എന്താണ് നീരാവിയായി, ഫാബ് ബനത്തി ഹെ നീരാവിയായി മുകളിലോട്ട് പോകുന്നുവെന്നും അവിടെ എന്താണ് ബാദലാവുന്നുവെന്നും മേഘങ്ങളാവുന്നെന്നും അത് തണുത്തുറഞ്ഞ് വെള്ളമായിട്ട് അതായത് മഴയായിട്ട് പെയ്യുന്നുള്ള വരികളേതാണ്? നൻഹേ ജൽകണ് ഗയേ ഫാബ് ബൻ ഉസി ഫാബിനെ ഡണ്ടക്ക് പായി ബാദൽ ബർസെ ബർസ ആയി എന്ന് പറയുന്ന ഈ വരികളായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു വരികൾ. അടുത്തതായിട്ട് ബതായേ ബാരിഷ് കെ ആനെ പർ കോൻ കോൻ ഖുഷ് ഹോത്തെ ഹെ. പറയൂ, മഴയുടെ വരവ് കൊണ്ട് ആർക്കൊക്കെയാണ് സന്തോഷമുണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആർക്കൊക്കെയാണ് സന്തോഷമുള്ളതെന്ന് നോക്കാം. ഈ ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലേ, ചിത്രത്തിൽ എന്തൊക്കെയുണ്ട്? കൗവയുണ്ട്, ഒരു കാക്കയുണ്ട്, അതുപോലെ 2 മധുമക്കിയുണ്ട്, അതുപോലെ തന്നെ ഒരു തവളയുണ്ട്, മേഢക്ക് ഉണ്ട്. മധുമക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? തേനീച്ചയുണ്ട്. അതുപോലെ തന്നെ നദിയുണ്ട്, പഹാഡുണ്ട്, മലയുണ്ട്, ചെടികളും വൃക്ഷവും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ എടുത്ത് എഴുതാനുള്ളത്. അപ്പോൾ നമുക്ക് എഴുതാം. ബാരിഷ്, അപ്പോൾ ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ. അപ്പോൾ മഴ വരുമ്പോൾ എന്തൊക്കെയുണ്ട് ഇവിടെ? പഹാഡുണ്ട്, മലകളുണ്ട്, പേട് പൗതേ ചെടിയും മരങ്ങളുമുണ്ട്. മരം എന്ന് പറയുന്നതാണ് പേട്, പൗതേ എന്ന് പറഞ്ഞാൽ ചെടികൾ. അതുപോലെ കൗവ കാക്ക, നദി, മധുമക്കി തേനീച്ച. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിനെ കുറിക്കുന്ന ഒരു പാട്ട് എഴുതാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് വെച്ചാണ് നമ്മൾ പാട്ട് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു പാട്ട് റെഡിയാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഒരു കവിത ഉണ്ടാക്കിയിട്ടുണ്ട്, നോക്കാം. ബാരിഷ് ആയി, മഴ വന്നു. ബാരിഷ് ആയി ചമ ചമ ചമ, മിट्टी में मेढक कूदा धम धम, पेड़ नाचे पौधे हंसे, कौवा बोला काकाओ फई ऐसे, नदी बही पहाड़ के पास, पानी आया, മധുമക്കി ആയി ഫൂലോം പർ, ബാരിഷ് ആയി ചമ ചമ ചമ. അപ്പോൾ ഇവിടെയും മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു മഴപ്പാട്ട് എഴുതിയപ്പോൾ തന്നെ ഇവിടെ മഴയും വന്നു. ബാരിഷ് ആയി എങ്ങനെയാണ് ആവുന്നത്? ചമ ചമ വരുന്നത് എങ്ങനെയാണ്? ചമ ചമ ചമ. മിട്ടിമേ മണ്ണിൽ, മേടക്ക് കൂത, മേടക് എന്ന് പറഞ്ഞാൽ തവള, കൂത എന്ന് പറഞ്ഞാൽ ചാടി എന്നുള്ളതാണ്, ദമ് ദമ് എന്നുള്ള സൗണ്ടോടെ. പേടിനാച്ചേ മരം ഡാൻസ് കളിച്ചു. അതുപോലെ തന്നെ ചെടികൾ ചിരിച്ചു, ഹസേ എന്ന് പറഞ്ഞാൽ ചിരിച്ചു. കൗവ എങ്ങനെയാണ് പറയുന്നത്, സംസാരിക്കുന്നത്? കൗവ ബോല, കൗ ഫൈ എന്ന് പറയുന്നതോള. നിങ്ങൾക്ക് ഇവിടം വരെ മതി കേട്ടോ, ഇതില്ലെങ്കിലും കുഴപ്പമില്ല. നദി ബഹി, നദി എങ്ങനെയാണ് ഒഴുകുന്നത്? പഹാഡ് കെ പാസ്, ഈ ഒരു മലയുടെ അടുത്തായിട്ട്. പാനി ആയ വെള്ളം വന്നു, വെള്ളം വന്നു എന്നുള്ളതാണ്. മധുമക്കി ആയി തേനീച്ചകൾ വന്നു. ഫൂലോം പർ, ഫൂൽ എന്താണ്? ഈ ഒരു പൂവ് അല്ലേ, പൂവിൽ വന്നു. ബാരിഷ് ആയി ചമ 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 എന്ന് പറഞ്ഞ് അല്ലേ, മഴ വന്നു ചമ ചമ സൗണ്ടോടെ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആക്ടിവിറ്റീസ്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. താങ്ക് യു ഫ്രണ്ട്സ്.